ഡെമോക്രാറ്റിക് മേയർ സ്ഥാനാർത്ഥി സുഹ്റാൻ മന്ദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിലുള്ള ഫെഡറൽ ഫണ്ട് റദ്ദാക്കുമെന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മന്ദാനി ശുദ്ധ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഫോക്സ് ന്യൂസിൽ സംസാരിച്ച് ട്രംപ് ആക്ഷേപിച്ചു. അദ്ദേഹം അധികാരത്തിൽ വന്നാലും ഞാനാണ് പ്രസിഡന്റ്, അദ്ദേഹം ശരിയായ കാര്യം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് പണം ലഭിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. ദി ഗാർഡിയൻ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ഫെഡറൽ സർക്കാരിൽ നിന്നും വ്യത്യസ്ത സ്ഥാപനങ്ങളിലൂടെയും പരിപാടികളിലൂടെയും 10,000 കോടി ഡോളറാണ് ന്യൂയോർക്ക് നഗരത്തിലേക്ക് ഫണ്ടായി എത്തിയത്. ഇത് വെട്ടിക്കുറയ്ക്കുമെന്ന പ്രഖ്യാപനത്തോടെ വോട്ടർമാരിൽ ആശങ്ക പരത്താനാണ് ട്രംപിന്റെ ശ്രമം. മന്ദാനി തീവ്ര ഇടതുപക്ഷ ഭ്രാന്തനാണ് എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. താൻ പോരാടുന്ന ലക്ഷ്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പ്രസിഡന്റിന്റെ ശ്രമമെന്നും മന്ദാനി പ്രതികരിച്ചു. നമുക്ക് ശതകോടീശ്വരന്മാർ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആത്യന്തികമായി നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ നഗരത്തിലും സംസ്ഥാനത്തും രാജ്യത്തുടനീളവുമുള്ള സമത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗജന്യ പബ്ലിക് ബസ്സുകൾ, സാർവത്രിക ശിശു സംരക്ഷണം, പൊതു സൂപ്പർ മാർക്കറ്റുകൾ, $30 മിനിമം വേതനം എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ ജനകീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് സുഹ്റാൻ മന്ദാനി തിരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഇടത്തരക്കാരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും നികുതി ഭാരം മാറ്റി സമ്പന്നർക്ക് അധിക നികുതി ചുമത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേയറായാൽ ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയത്തെ എതിർക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും മന്ദാനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് നഗരത്തിലെ ഡെമോക്രാറ്റിക് പ്രൈമറി അടുത്തിരിക്കെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ. ട്രംപിന്റെ ഭീഷണികൾ മന്ദാനിയുടെ പ്രചരണത്തെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. മന്ദാനിയെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്ര കുത്തുന്നതിലൂടെ യാഥാസ്ഥിക വോട്ടർമാരെയും മിതവാദികളെയും തനിക്കെതിരെ അണിനിർത്താനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് മന്ദാനിയുടെ പുരോഗമനപരമായ നിലപാടുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും യുവ വോട്ടർമാരെയും ഇടതുപക്ഷ അനുഭാവികളെയും ആകർഷിക്കുമെന്നും ഒരു വിഭാഗം നിരീക്ഷകർ കരുതുന്നുണ്ട്. ന്യൂയോർക്ക് നഗരം പരമ്പരാഗതമായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ശക്തി കേന്ദ്രം കൂടിയാണ്. എന്നിരുന്നാലും ഫെഡറൽ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നത് നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും സാമൂഹിക പദ്ധതികളെയും ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്ക വ്യാപകമാണ്. ഇത് പൊതുഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. ട്രംപിൻ്റെ ഈ ഭീഷണി ന്യൂയോർക്കിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക വിഷയമായി മാറിയിട്ടുണ്ട്. മന്ദാനിയുടെ നയങ്ങളും വോട്ടർ പ്രതികരണങ്ങളും മന്ദാനിയുടെ പ്രചാരണ തന്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ തീവ്ര ഇടതുപക്ഷ നിലപാടുകളും ന്യൂയോർക്കിലെ ഡെമോക്രാറ്റിക് വോട്ടർമാരിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് പ്രവചിക്കുക തന്നെ പ്രയാസമാണ്. സമ്പന്നർക്ക് അധിക നികുതി ചുമത്തുന്നതും സൗജന്യ പൊതുഗതാഗതം, സാർവത്രിക ശിശു സംരക്ഷണം തുടങ്ങിയ ആശയങ്ങളും സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത നേടാൻ സാധ്യതയുണ്ട്. ന്യൂയോർക്ക് നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് പരിഗണിച്ച് ഈ നയങ്ങൾ താഴ്ന്ന വരുമാനക്കാരെയും ഇടത്തരക്കാരെയും ഏറെ ആകർഷിച്ചേക്കും. പ്രത്യേകിച്ചും കോവിഡ് മഹാമാരിക്ക് ശേഷം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് ഈ വാഗ്ദാനങ്ങൾ വലിയ ആശ്വാസമായേക്കാം. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന പ്രഖ്യാപനം പോലുള്ള വിവാദ നിലപാടുകൾ ചില വിഭാഗം വോട്ടർമാരെ അകറ്റാനും സാധ്യതയേറെയാണ്. നഗരത്തിലെ ജൂത സമൂഹവും ഇസ്രായേൽ അനുകൂലികളും ഈ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഒരു മേയർക്ക് അത്തരമൊരു നടപടി എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇത് മന്ദാനിയുടെ പ്രായോഗികതയെക്കുറിച്ചും ഭരണപരമായ കാഴ്ചപ്പാടിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾ ഉയർത്താൻ സാധ്യതയുമുണ്ട്. ട്രംപിൻ്റെ ഭീഷണിയുടെ രാഷ്ട്രീയ മാനങ്ങൾ പരിശോധിച്ചാൽ ഫെഡറൽ ഫണ്ട് നിർത്തലാക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണി കേവലം സാമ്പത്തികപരമായ ഒന്നായി കാണാനാവില്ല. ഇത് ന്യൂയോർക്കിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ സ്വാധീനിക്കാനുള്ള ശ്രമം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. മംദാനിയെ ഒരു ശുദ്ധ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ ട്രംപ് തൻ്റെ യാഥാസ്ഥിക വോട്ടർമാരെ ഉത്തേജിപ്പിക്കാനും പുരോഗമനപരമായ ആശയങ്ങളോട് ഭയമുള്ളവരെ മംദാനിക്കെതിരെ തിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇത് ദേശീയ തലത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഡെമോക്രാറ്റുകളിലെ പുരോഗമന വിഭാഗവും മിതവാദ വിഭാഗവും തമ്മിലുള്ള അന്തർയുദ്ധത്തെയും ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. ന്യൂയോർക്ക് നഗരം വലിയ തോതിൽ ഫെഡറൽ ഫണ്ടുകളെ ആശ്രയിക്കുന്നതിനാൽ ഈ ഭീഷണി ഒരു യഥാർത്ഥ ആശങ്ക തന്നെയാണ്. ഇത് നഗരത്തിലെ ആരോഗ്യ സേവനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയെ സാരമായി ബാധിച്ചേക്കാം. ട്രംപിൻ്റെ ഈ തന്ത്രം വോട്ടർമാരുടെ മനസ്സിൽ ഭയം വളർത്തി മംദാനിയെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ
മന്ദാനി വിജയിക്കുകയാണെങ്കിൽ അത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പുരോഗമനപരമായ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഊർജം പകരും എന്നതിൽ സംശയമില്ല. ഇത് മറ്റു നഗരങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പുകളിലും സമാനമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പ്രചോദനമായേക്കാം. അതേസമയം ട്രംപിൻ്റെ ഭീഷണികൾക്ക് മുന്നിൽ ന്യൂയോർക്ക് നഗരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഭാവിയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഒരു പ്രധാന മാതൃകയായി മാറിയേക്കാം. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. ന്യൂയോർക്കിലെ വോട്ടർമാർക്ക് മുന്നിൽ വ്യക്തിഗത അഭിലാഷങ്ങളെക്കാൾ നഗരത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്ന് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നതിൽ സംശയമില്ല.